ചപ്പാത്തി ഉള്ളപ്പോൾ വെറൈറ്റി കറികളുണ്ടായാൽ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് ചിലപ്പോൾ ഒക്കെ തോന്നും. കാരണം സ്ഥിരം കഴിക്കുന്ന പാറ്റേണിൽ നിന്നും ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ നമുക്കൊരു പുതിയ ഡിഷ് ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ വെറുതെ ഒരു പരീക്ഷണം വഴി ഉണ്ടാക്കി നോക്കിയൊരു ഡിഷാണ്. വീട്ടിൽ കുറച്ച് കോളിഫ്ലവർ ഉണ്ടായിരുന്നു, കുറച്ച് പൊട്ടാറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും യൂസ് ചെയ്തിട്ട് ഒരു മസാലക്കറി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അതൊരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത കോളിഫ്ലവറും പൊട്ടാറ്റോ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. സാധാരണ ഉരുളക്കിഴങ്ങിന് ഇതുപോലെ ഒരു പറ്റിപ്പിടിക്കുന്ന അവസ്ഥയുണ്ടാവും അല്ലേ. നമ്മളൊന്ന് ജസ്റ്റ് കുക്ക് ചെയ്യുമ്പോൾ കാണാറില്ലേ, വെള്ളം ഇല്ലെങ്കിൽ അതുപോലെ പറ്റിപ്പിടിച്ചതാണ്. അപ്പോൾ നമുക്കതൊന്നും പ്രശ്നമില്ല. അതിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്ത് 2-3 ഗ്രാമ്പും ചെറിയ കഷ്ണം പട്ടയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, കട്ട് ചെയ്ത് കൊടുത്തിട്ട്. അപ്പം അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ഇതെല്ലാം ആഡ് ചെയ്ത് ഒന്ന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല മാഷായി വന്ന സമയത്ത് അതിലേക്ക് ഞാൻ 1 കപ്പ് വരെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ കറീൻ്റെ ഒരു ബേസ് ടേസ്റ്റ് കൊടുക്കുന്നൊരു സാധനം. ഇനി അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഈ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റോയും കോളിഫ്ലവറും ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഓവർ തിക്കാവുമ്പം ചപ്പാത്തിക്ക് ചെറിയൊരു ഗ്രേവിയും കൂടി വേണമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കട്ടിയായിട്ട് വേണമെങ്കിൽ ആ രീതിയിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ കുറച്ച് ജീരകപ്പൊടിയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ നെയ്യ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും ചപ്പാത്തി കൂടെ കഴിക്കുമ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു തക്കാളിയും കൂടി ഞാനിവിടെ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സെമി കുക്കായ തക്കാളി നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പം ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ലാസ്റ്റിൽ ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിച്ചപ്പ് നന്നായി കഴുകി, അതായത് ഉപ്പ്, മഞ്ഞൾ, വിനിഗർ, അതുപോലത്തെ അല്ലെങ്കിൽ പുളിവെള്ളം ഒക്കെ ഉപയോഗിച്ചിട്ട് പുതിർത്തി വെച്ച് കഴുകിയെടുക്കണം. കാരണം ഇലകളിലൊക്കെ കുറേ നേരം വിഷാംശം ഉണ്ടെന്നല്ലേ പൊതുവേ പറയുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തും കൂടി എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഒന്നും കൂടി അത് തിളപ്പിക്കുന്നത്. അപ്പം നമ്മളെ സൂപ്പർ ടേസ്റ്റി പൊട്ടാറ്റോ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ 2 ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു.